മാന്യമഹാജനങ്ങളെ സൂക്ഷിച്ചു നോക്കൂ. ഈ മുഖം ഓർമ്മ ഉണ്ടോ? നോക്കൂ, സൂക്ഷിച്ചു നോക്കൂ. ഓർമ്മ കിട്ടുന്നില്ല? സൈഡിലൊരു വീഡിയോ ഇവിടെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയോ? KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലിങ്കേഷ് പുറത്ത് കാണിക്കാൻ നോക്കിയ സവാദ്. എടേ, ഇവനെ അന്ന് വെളുപ്പിക്കാനും ഇവനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പുണ്യപുരുഷൻ എന്ന് പറഞ്ഞു വന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ. വരി വരിയായിട്ട് ഓരോന്നായിട്ട് വാട്ടെ. ഇനി മാളത്തുനിന്ന് പുറത്തേക്ക് എന്താക്ക ചിലയായിരുന്നു ചലിച്ചീന. അവൻ്റെ നാട്ടിൽ പോയി അന്വേഷിക്കുമ്പോൾ ഓനാണ് ഏറ്റവും നല്ലവൻ. ഇനി ഇത്രയും വലിയൊരു നല്ലവനെ കെട്ടാനില്ല, കാണാനില്ല. ആ പാവം പെൺകുട്ടിയുടെ വസ്ത്രധാരണമാണ് പ്രശ്നം. ആ പെൺകുട്ടി സൊസൈറ്റിയിൽ വസ്ത്രം ധരിച്ച് വരുന്നത് കണ്ടാൽ ആർക്കും ഇങ്ങനെ ആവില്ല എന്നൊക്കെ ചോദിച്ചു വന്ന ഉളുപ്പില്ലാത്ത പരനാറികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാ, ഇനി പുറത്തേക്ക് വാ. ഇന്നും പൊക്കിയിട്ടുണ്ട് ഈ മുതലിനെ. തൃശ്ശൂർ KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം. വടകര സ്വദേശി സവാദ് വീണ്ടും അറസ്റ്റിൽ. ഞാൻ ഈ ന്യൂസ് ഒരു വൈകിട്ടാണ് അറിഞ്ഞത്. ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ കൂടുതൽ ഇൻഡെപ്ത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഈ കാര്യം അറിയിച്ച വ്യക്തിയോട് ഞാൻ ചോദിച്ച സമയത്ത് തൃശ്ശൂർ സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായത്. ആദ്യം എനിക്ക് വന്ന ഫസ്റ്റത്തെ ആ ഒരു വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ബ്രോ, KSRTC സംഭവത്തിലെ സവാദ് വീണ്ടും കേസിൽ പെട്ടെന്ന് കേട്ടല്ലോ. അതിന്റെ ശരിക്കുള്ള സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കാമോ? സംഭവം നടന്നത് തൃശ്ശൂരാണെന്ന് മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഒന്നൊന്ന് അന്വേഷിക്കുമോ? ഇങ്ങനെയാണ് എനിക്ക് ആദ്യം ഈ ഒരു മെസ്സേജ് റിസീവ് ആവുന്നത്. ഇത് റിസീവ് ആയ ഉടനെ തന്നെ ഇപ്പം നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഖാദർഭായിനെ വിളിച്ചു, ഖാദർ കരിപ്പൊടി പബ്ലിക് കേരള. ഖാദർഭായിനെ വിളിച്ചിട്ട് പറഞ്ഞു വെസ്റ്റ് ഓർ ഈസ്റ്റ് സ്റ്റേഷൻ, എൻ്റെ സ്റ്റേഷനിൽ ഏതൊരു സ്റ്റേഷനിലാണ് ഇവനെ ഇങ്ങനെ പരിപാടിയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, അന്വേഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് വേറൊരു വ്യക്തിയിൽ നിന്ന് കിട്ടിയ അവിടുത്തെ SHOൻ്റെ നമ്പർ ഞാൻ ഖാദർഭായിക്ക് പാസ് ചെയ്തു. ഖാദർഭായി അത് കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിച്ചു. പോലീസുകാർ ഖാദർഭായിയോട് പറഞ്ഞത് കേട്ടു. സവാദ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറേ, ഒരു ബസ്. അയാൾ നേരത്തെ വേറൊരു കേസിൽ പ്രതിയല്ലേ സാറേ? അത് ഇതേ സമാന ബസ് കേസല്ലേ സംഭവം? പുള്ളിക്കാരന്റെ സ്ഥലം എവിടെയാണ് ഈ സവാദിന്റെ? കോഴിക്കോട്. ഇതെന്താ സംഭവം സാറേ സംഭവിച്ച ബസ്സില്? കേറി പിടിച്ചു അല്ലേ? ഇതേ ഒരു സമാന ഇഷ്യൂ ആണ് അന്നുണ്ടായതല്ലേ? ഇയാൾക്ക് ഇത് ഈ ഒരു വിഷയത്തില് വേറെയും കേസുണ്ടോ ഇതല്ലാതെ? നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ കേസ് അതല്ലാതെ ഇല്ല അല്ലേ? അപ്പൊ എന്താ ഇപ്പൊ അവനെ റിമാൻഡ് ചെയ്തോ? ഓക്കെ. ഈ പെൺകുട്ടിയാണല്ലേ ആള്? മനസ്സിലായി. ബാങ്കിൽ ഇത് സംഭവം ഇവന്റെ അസുഖമാണോ? ഇനി അന്ന് ഇതിങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടേ ആൾക്കാരൊക്കെ മറ്റേ ഓപ്പോസിറ്റുള്ള പെണ്ണിനെയാണ് തെറ്റിദ്ധരിച്ചേ. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിലവിലെ സ്റ്റേഷനിലുണ്ട് ആള് അല്ലെ? എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സമിതി ഉണ്ട്, പുരുഷന്മാരുടെ ഒരു ടീം. എനിക്ക് തോന്നുന്നു അവരെ ഇവര് തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പൊ സമാന്തരമായിട്ടുള്ള കേസ് അന്നുണ്ടായ അതേ ഇൻസിഡന്റ് അല്ലേ? ഇനി ഒരാൾക്കും സംശയമില്ലല്ലോ, പോലീസുകാർ തന്നെ പറഞ്ഞത്. അതായത് ഇവൻ ഏത് സ്റ്റേഷനിലാണോ അറസ്റ്റ് ചെയ്തത് ആ സ്റ്റേഷനിലെ പോലീസുകാരൻ തന്നെ വളരെ വൃത്തിക്ക് ഖാദർഭായിയോട്, ഖാദർ കരിപ്പിലോടിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഇവന് പൊള്ളാച്ചിയിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ട്, ബിസിനസ് ഉണ്ട് എന്നൊക്കെയാണ് പൊതുവെ ഇവൻ നാട്ടിൽ ഫ്രണ്ട്സിനോടും ഇവൻ അന്ന് സഹായിച്ച ആളുകളോടൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരുമാതിരി ഡ്യൂബിയസ് ബാക്ക്ഗ്രൗണ്ടാണ് ഇവൻ്റെത്. ഭയങ്കര എന്താ പറയുക, ഒരു സീക്രസി കീപ്പ് ചെയ്യുന്ന ഒരുത്തനാണ്. ഇവൻ്റെ ഒപ്പം അന്ന് അവനെ ഈ പരിപാടിയിലൊക്കെ സഹായിക്കാൻ നടന്നവർക്കടക്കം വളരെ സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു ഇവൻ അടുത്ത കാലത്തൊക്കെ ജീവിച്ചിരുന്നത്. ഇവനേതോ ഒരാളുടെ കൂടെ, ഒരു തമിഴൻ്റെ കൂടെ ബേക്കറി നടത്തുന്നു പൊള്ളാച്ചിയിൽ എന്നുള്ള ഒരു സ്കീമിലൊക്കെയാണ് അവൻ നാട്ടിലൊക്കെ സംസാരിച്ചിരുന്നത്. പക്ഷെ ഇവരെ പല സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിലായിട്ട് ബസ്സിൽ കണ്ടവരുണ്ട്. എന്നോട് പേഴ്സണലി കുറേ പേര് ഇവനെ കൊച്ചി ഭാഗത്തുനിന്ന് പല വട്ടം ബസ്സിൽ കണ്ടതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഇവനെ കാണുന്ന സമയങ്ങളിൽ വളരെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലുക്കും ഒരു നോട്ടവും സ്റ്റെയറിങ്ങും അടക്കം പല കാര്യങ്ങളും ഇവൻ
ഇവനെ തിരിച്ചറിയുന്നവർക്ക് നേരെ ചെയ്യാറുണ്ട് എന്നുള്ളതും പറയാറുണ്ട്. അപ്പം എനിക്ക് അന്ന് മുതൽ തോന്നുന്നൊരു സംശയമുണ്ട്. അപ്പം ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിൽ എനിക്കൊരു ഇൻസിഡൻറ്റ് എൻ്റെ തലയിലേക്ക് ആരോപിക്കപ്പെട്ടു. അത് സംഭവിച്ചത് ഒരു ബസ്സിൽ നിന്നാണ്. എനിക്കൊരു ട്രോമ കാണും പിന്നെ ബസ്സിൽ കയറാൻ. എനിക്ക് പിന്നെ ബസ്സിൽ കയറാൻ പറ്റില്ല, കാരണം അത്രത്തോളം ഞാൻ അതിൽ അനുഭവിച്ചൊരു ട്രോമയിലിരിക്കും. എനിക്കത് കയറാൻ പറ്റുമോ? അങ്ങനെ ഒരു സീന് നമുക്ക് ഉണ്ടാവില്ലോ ഓബിയസ്ലി. ഇപ്പം ഞാൻ വണ്ടി പോകുന്ന ഒരാളാണ്, പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു വണ്ടി ഇടിച്ചു. പിന്നെ എനിക്ക് വണ്ടി കാണുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരിക്കും, ഓടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. എനിക്കിപ്പോഴും രാത്രി ഞാൻ പോയ സമയത്ത് ഒരു വട്ടം വണ്ടി തട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണ് വണ്ടി രാത്രി തട്ടിയത്. ആർക്കൊന്നും പറ്റിയില്ല, ജസ്റ്റ് ഒരു കുറ്റിമ പോയി തട്ടി നിൽക്കുക ചെയ്ത്. പിന്നെ അതിനുശേഷം ഞാൻ രാത്രി വണ്ടി ഓടിക്കാറില്ല. എനിക്ക് ഭയങ്കര പാടാണ് ഇപ്പോൾ അത്. എൻ്റെ ലൈഫിൽ ഇത്രയും കാലത്തിനിടയിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ട്രോമ ഒന്നുമില്ല. പക്ഷേ എനിക്കിപ്പോൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അത് ഞാൻ ഒപ്പം ഫ്രണ്ട്സിനെ കൂട്ടും. അപ്പം അങ്ങനത്തെ ഒരു ട്രോമ നമുക്ക് വരും. ഇവൻ്റെ ലൈഫിലൊരു മേജർ ഇൻസിഡൻ്റ് ആണത്. അപ്പോൾ ഇവൻ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ മുകളിലാണ് അന്ന് ആ ഒരു സംഭവത്തിൻ്റെ മുകളിൽ ഒരു അലിഗേഷൻ വന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഇവൻ നിരന്തരമായിട്ട് ബസ്സിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് മാറി മാറി കയറുന്നതൊക്കെ എനിക്ക് പലപ്പോഴായിട്ട് ആളുകൾ പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണണേ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ വട്ടിയൂർക്കാവ് അജിത് കുമാർ, അതന്നെയല്ല അവൻ്റെ പേര്. അവനൊക്കെ പൂമാലട്ടല്ലേ സ്വീകരിച്ചിരുന്നത് അവനെ, അല്ലേ? പൂമാലട്ട് എന്തോ മറ്റേ യുദ്ധം ജയിച്ച് വരുന്ന വില്ലാളി വീരനെ പോലെ അല്ല, വില്ലു അമ്പൊക്കെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇനി അതിന് വേണ്ടിയിട്ടാണോ ഇനി മറ്റേ മാലട്ട് സ്വീകരിച്ച് കൊണ്ടുപോയെന്നുള്ളത് കണ്ടറിയണം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് ആ ലേഡി വന്ന് ഇവിടെ എത്ര വട്ടം അവർ പറഞ്ഞു ഇല്ലേ? അവരെത്രയോ പ്രാവശ്യം പറഞ്ഞില്ലേ അവർക്കുണ്ടായ അനുഭവം. അപ്പോഴൊക്കെ അവരുടെ ഡ്രസ്സ് നോക്കിയും അവരുടെ അങ്ങനെയാണ് ആ ലേഡി എല്ലാവരും കൂടി ട്രീറ്റ് ചെയ്ത് വിട്ടത്, അല്ലേ? ഞാൻ മസ്താനിയായിട്ട് സംസാരിച്ച വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ വിഷയം അറിഞ്ഞതിന് ശേഷം മസ്താനിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മസ്താനി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. മസ്താനിന്റെ ഇപ്പോഴത്തെ കേസിന്റെ ഒരു അപ്ഡേറ്റ് നിങ്ങൾ നോക്ക്. ഹലോ ഹലോ, പിന്നെ സവാദിന്റെ കാര്യം അറിഞ്ഞില്ലേ? അറിഞ്ഞു. അത് നിങ്ങളെ കേസ് എന്തായി? മനസ്സിലായി, അറിഞ്ഞു. അല്ല, നിങ്ങളെ കേസ് തൃശ്ശൂർ വെച്ചിട്ട് എന്റെ കേസിനെ കുറിച്ചൊന്നും കൊറേ എന്റെ അമ്മ CM-ന് മെയിൽ അയച്ചു. കൊറേ അതിന്റെ പിന്നാലെ ഞങ്ങൾ ചോദിച്ചു നടന്നു. ഞാൻ ഒരു ദിവസം പോലീസുകാരെ വിളിച്ചപ്പോ പറഞ്ഞു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്, സവാദ് കുറ്റക്കാരനാന്ന് പറഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം 164-നെ വിളിച്ചു, അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കുറെ ചോദിച്ചു നടന്നു. ബട്ട് ഒരു രീതിയിലും എനിക്കതിനെ മുന്നിലോട്ടൊന്നും എനിക്ക് അറിഞ്ഞില്ല. സോ ഇനി ആവും ഓൾറെഡി അന്ന് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് പറഞ്ഞതാണ്, ഒരു 4-5 കൊല്ലം ഇതിന്റെ പിന്നിൽ നടന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു എൻ്റെ അടുത്ത്. കേസ് വേണോ, കേസായിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ അതേപോലെ ആയിരിക്കും. വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ. ഇപ്പോഴും ഒരു അപ്ഡേറ്റും ഇല്ല. CM-ന് കുറെ വട്ടം എന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് കൊടുത്തത്. എന്നിട്ട് അതിനും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു, CM-ന്റെ ആക്ഷൻ കാരണമാണ് എന്നും പറഞ്ഞിട്ട്. എന്നിട്ടും നത്തിങ്, ഐ ഹാവ് നോട്ട് ഹേർഡ് എനിത്തിങ് ന്യൂ അബൌട്ട് ഇറ്റ്. ഇന്ന് വരെ ഒന്നും കേട്ടില്ല. ഇപ്പോഴാണ് കേട്ടത്. 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവനെ കുറിച്ച് ഒരു തരത്തിലും അവനെ ഇതാക്കായിട്ട് ലാസ്റ്റ് മാലയിട്ട് ഇറക്കിയിട്ട് ഇപ്പൊ വേറൊരു പെൺകുട്ടീനെ കയറി പിടിച്ചു. അയിനോ അന്ന് ഞാനതിന്റെ എന്തോ ഫോട്ടോ ഇട്ടപ്പോ ഇവൻ അതിന്റെ ഇടയിൽ കമന്റ് ഒക്കെ ചെയ്ത് ഈ ഒരു കേസിനെ ഇതാക്കിയിട്ട് എനിക്ക് കുറെ പെൺപിള്ളേരെ അയച്ച മെസ്സേജസിന്റെ കാര്യം ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് ഇട്ടിരുന്നു. അന്ന് ആയിപ്പോട്ടെ പോസ്റ്റ് ഇത്രയും പെൺപിള്ളേര് സെയിം തിങ് പറയുന്നത്. ആൻഡ് ഹീ കേം ആൻഡ് കമന്റഡ് ബിനീത്ത് ഇൻ. അവൻ എന്നെ വെല്ലുവിളിക്കുമായിരുന്നു, മീഡിയയുടെ ഫ്രണ്ടിലേക്ക് വാന്നൊക്കെ പറഞ്ഞ് അവൻ അത്രയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത്രയും ഹി ഹാഡ് ദ ഗട്ട്സ്. ഇവിടുത്തെ നിയമത്തിനോടുള്ള അതെന്താണ് അത് എനിക്ക് തോന്നുന്നു. അവന് അത്രയും സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു ഇതും പിന്നെ നിയമം ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ഇതുമാണെന്ന് തോന്നുന്നുണ്ട്. അതെ, എന്തായാലും നോക്കാം. ഞാൻ ഫർദറായിട്ട് മീഡിയ എന്താ ടേക്കപ്പ് ചെയ്യില്ല നോക്കാലോ. എന്തായാലും സംതിങ് ഫോർവേഡ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതെ, എന്തേലും പറച്ചവൻ മുന്നിലോട്ട് അതെ എന്തെങ്കിലും ഉണ്ടാവും. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരുത്തനെ എന്നും കുറ്റം ചെയ്ത് മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ലല്ലോ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലേഡി കൊടുത്ത കേസിന് തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ, കൃത്യമായിട്ട് നീതി നടപ്പാക്കപ്പെട്ടിരുന്നെങ്കിൽ, ഇന്ന് വേറൊരു സ്ത്രീക്ക് ഈ ഒരു അനുഭവം എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ നിയമത്തിനെ കോമാളിയാക്കുന്ന പോലല്ലേ ഇവിടുത്തെ അവസ്ഥകൾ, അല്ലേ? നിയമം വളച്ചൊടിക്കുക, നിയമത്തിനെ കോമാളിയാക്കുക, ഇങ്ങനത്തെ ഒക്കെ വൃത്തികെട്ടവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ എണ്ണം ഇറങ്ങി തിരിച്ചു വരിക. ഇനി നാളെ ഇവന് വേണ്ടി സംസാരിക്കാൻ ഈ അജിത്തും ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള ടീമുകൾ ഇറങ്ങി വരുമോ? അന്ന് വരെ താങ്ങി പിടിച്ച് നടന്നവന്മാരൊക്കെ ഇനി വരൂ. വരണം, നിങ്ങൾ വന്ന് പറയണം.
കാരണം ഇവൻ റിപ്പീറ്റഡ്ലി ഈ ഒഫൻസ് ചെയ്യുന്നവനാണ്. ഇവൻ അന്നും കൃത്യമായിട്ട് മസ്താനി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഈ ഒഫൻസ് ഇതിന് മുമ്പും ചെയ്തതായിട്ട് മസ്താനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവൻ മസ്താനിൻ്റെ ബസ്സിൽ കയറുന്നതിന് മുമ്പ് വേറൊരു ബസ്സിൽ നിന്ന് ഇതേപോലെ ഒരു പരിപാടി കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവനാണ്. അന്ന് അത് പറഞ്ഞപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ മതം വെച്ച്, കുറേ ആൾക്കാർ ഈ ലേഡിയുടെ ഡ്രസ്സിങ് വെച്ച്, എന്തൊക്കെയായിരുന്നു ആ സ്ത്രീക്കെതിരെ ഇവിടെ പുകിലുണ്ടായിരുന്നത്. ഇപ്പം ഇതാണ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിനാണ്. ഞാനെന്താണെങ്കിലും ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം വിളിച്ചത് ഹാഷ്മീനാണ്. 24-ലെ ഹാഷ്മീനെ വിളിച്ചു. കാരണം നമുക്ക് ഇത് പിടിക്കാൻ ഭയങ്കര പാടാണ്. ഖാദർഭായിനെ വിളിച്ചു. ഖാദർഭായി കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാധനം എടുത്തു തന്നു, പോലീസുകാരായിട്ട് സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസ് തന്നു. 24 ന്യൂസ് അവർ കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും അവർ റിപ്പോർട്ട് ചെയ്യുന്നു, നാളേക്ക് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് കൊടുക്കും. കാരണം ഇവിടുത്തെ ചാനലുകൾ വരെ ബാക്ക് ഫൂട്ടിൽ അടിക്കുന്ന രീതിയിലായിരുന്നു ഇവിടെ പലരും വന്നിട്ട് ഈ ലേഡിക്കെതിരെ പറഞ്ഞിരുന്നത്. അവരുടെ വസ്ത്രധാരണം കണ്ടില്ലേ, അവരുടെ മറ്റത് കണ്ടില്ലേ, മറിച്ചത് കണ്ടില്ലേ. ഇനി കഴപ്പണം കെട്ടവൻ്റെ രോഗമാണ് ഇതെന്ന് പറഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരാളോട് ഇവന് കിട്ടിയാൽ തീരേണ്ട രോഗമുള്ളൂ. കാരണം ഈ വൃത്തികെട്ടവൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരുമാതിരി രീതിയിലുള്ളൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഇവൻ്റെ ചാനലിൽ ഇരുന്നിട്ട്. മറ്റൊരു വെല്ലുവിളി തന്നെ ഞാൻ നടത്തുന്നു. വേൾഡിലുള്ള ആർക്ക് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. അതായത് ടൈറ്റ് ജീൻസിന്റെ പാൻറ്റും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട്, ഈ 3 വസ്ത്രം ധരിച്ചുകൊണ്ട്, അതായത് അതുപോലെ സീറ്റിൽ ഇരുന്നിട്ട്, അതായത് ഒറ്റക്കൊന്നല്ലിരുന്ന് അതുപോലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, വേൾഡിൽ തന്നെ ആരെങ്കിലും അങ്ങനെ പറ്റുമെങ്കിൽ അവർക്ക് ഞാൻ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വേൾഡിലുള്ള എല്ലാവരും വെല്ലുവിളിക്കാൻ നീ ആരുടെ നിന്റെ കിടുതാപ്പ് നീ മറ്റേ ഇരുമ്പിന്റെ കവചം വെച്ച് മൂടിയാലും നിനക്ക് കോലിന്റെ മുകളിൽ തുണി ചുറ്റിയൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അത് എങ്ങനെ എന്ത് ചെയ്യുന്ന പറയും, ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുന്ന ഒരുത്തരം. അതാണ് നിന്റെ സ്വഭാവം, മനസ്സിലായ? നിനക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. നിനക്ക് എത്ര ആളെ പറ്റിക്കാൻ പറ്റും മോനെ. നീ അന്ന് കുറേ ഇനിയിപ്പോൾ കാശിറക്കിയിട്ടാണോ നുണ പറഞ്ഞിട്ടാണോ എന്നറിയില്ല, അന്ന് കുറേ മീഡിയ സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ നീ എന്തൊക്കെ ഗിമിക്ക് വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്തവന്മാരൊക്കെ ഇപ്പോൾ ഇരുന്നിട്ട് ഊഞ്ഞാല 3G ആയില്ല എല്ലാം കൂടി. അങ്ങനെ ആകണം. ന്യൂസ് ആക്കറോട് ഞാൻ 100 വട്ടം ജംഷീറിനോട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം, ജംഷീറെ ഇവൻ ഭൂലോക ഫ്രോഡാണ്, ഇവനെ വിശ്വസിക്കരുത്, ഇവൻ ചെയ്ത കാര്യങ്ങളാണ്, നമ്പരുത് ഇവനെ. അന്ന് ജംഷീറിന് കാര്യം മനസ്സിലായി. പക്ഷെ അന്നത്തേക്ക് ഇവൻ പുറത്തിറങ്ങി. ഇനി ജംഷീർ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അന്ന് ജംഷീർ കുറേ ഇവരെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഇനി ജംഷീർ എന്താ പറയുന്നത് നമുക്ക് എന്താണെങ്കിലും ജംഷീറിൻ്റെ വീഡിയോയിൽ കാണാം. കാരണം ജംഷീറിന് അന്ന് കാര്യം മനസ്സിലായത്. ജംഷീർ ഇനി ഇത് പറയണം, പറയാതിരിക്കുന്നത് ജംഷീർ ഇനി. എന്തായിരുന്നു അവൻ്റെ സ്വീകരണം അന്ന്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. വലിയൊരു സപ്പോർട്ടുണ്ട് ഇവിടെ. പുള്ളി സംസാരിക്കില്ല. ഈ ഒപ്പം നിന്നവന്മാരും ഈ മാല ഇട്ട കൊടുത്തവന്മാരും ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞവന്മാരും വിളിച്ച് പെരയെ കൊണ്ടുപോകും, കുറച്ച് വീട്ടിൽ കൊണ്ടുപോകും, പെണ്ണുങ്ങളുള്ള വീട്ടിലേക്ക് ഇവനെ വിളിച്ചോണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങളടുത്ത് വെച്ചേക്ക്. അതോ ഇനി ഇവൻ അകത്ത് പോയിട്ട് പുറത്ത് വരുമ്പോൾ ഇതേ മാലിട്ട് സ്വീകരിക്കാൻ മെൻസ് അസോസിയേഷൻ അതിൻ്റെ മുന്നിൽ പോയി നിൽക്കണം. അജിത് കുമാറൊക്കെ പോയി നിൽക്കണം വട്ടിയൂർക്കാവ്. കഷ്ടം തന്നെ ഇവൻ. ഇനി ഞാൻ മസ്താനിയോട് സംസാരിച്ച മസ്താനി പറഞ്ഞ വേറൊരു മെയിൻ പോയിന്റ് ഉണ്ട്. എനിക്കൊരു രണ്ടാഴ്ചയായിട്ട് പലവരും എന്റെ കോളേജിൽ സീനിയർ ആയിരുന്ന ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു. പുള്ളിക്കാരൻ ഇങ്ങനെ എവിടെയോ കൊച്ചിയിലാന്ന് തോന്നുന്നു, എനിക്ക് മെസ്സേജ് വായിക്കണം, ഇങ്ങനെ കണ്ടു, ഒരു ബസ്സിൽ നിന്ന് കയറുന്നു ഇറങ്ങുന്നു. അവൻ അത് കണ്ണിലൂടെ കണ്ടപ്പോ തന്നെ അവൾക്ക് ബാഡ് ആയിരുന്നുണ്ട്. ഒരു സീനിയർ മെസ്സേജ് അയച്ചു. 2 days ബാക്ക് ഏതോ റാൻഡം കൊച്ചി എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ മെസ്സേജ് കണ്ടപ്പോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പെൺപിള്ളേരെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാറാ പതിവ്. And she said the same thing, that she saw him
ആൻഡ് ദാറ്റ് ഹി അങ്കമാലി വെച്ച് കണ്ടു അത്രേ. അപ്പൊ ഷി വാസ് ആസ്കിങ് മീ, ഇങ്ങനെ ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് നടന്ന് അവൻ നിരപരാധി ആയിരുന്നെങ്കിൽ അവനൊരു പേടി ഉണ്ടാവില്ലേ? ബസ് ഒന്നുമില്ല, അവൻ അവിടെ നിന്ന് ഇവളവനെ നോട്ടീസ് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവൾക്ക് അവനെ മനസ്സിലാക്കിക്കൊണ്ട് അവളെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു ഏതോ ഒരു കുട്ടി. അല്ല, നാട്ടുകാരും കുറെ ഇവന്റെ ഒപ്പം നിന്ന ആൾക്കാരും വെളുപ്പിച്ച് ഇവനെ ആ പുണ്യാത്മാവാക്കിയിട്ടാണല്ലോ. അതെ അതെ അതെ, എല്ലാവരും അവനെ മറ്റേ വിക്ടിം എന്നാണ് അവനെ പറയുന്നത്. ഹി ഈസ് ദ വിക്ടിം. വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ വീട്ടിൽ ഇവന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് തോന്നണേ. അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അയാളെ കുറിച്ചൊന്നും പറയാനില്ല. അയാൾ ഒരു വട്ടം ഈ ഒരു എന്റെ ഒരു ഇൻസിഡന്റ് കാരണം കുറച്ച് റീച്ച് കിട്ടിയത് കൊണ്ട് പാലഭിഷേകവും ഇല്ലാത്ത എല്ലാ ഡ്രാമയും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു റീച്ച് കാരണം അതുമ കയറി പിടിക്കാൻ നോക്കുകയാണ്. അപ്പൊ അയാളെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമേ ഇല്ല എനിക്ക്. അയാൾ പറയുന്നത് അയാള് എന്താണ് അയാളെന്ന് അയാൾ കാണിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ക്ലിയർ ആണ്. എന്തായാലും നോക്കട്ടെ, ഇത് എവിടെയാ എന്താ എങ്ങനെയാന്നുള്ളത് ഞാൻ നോക്കിട്ട് പറയാം. കേട്ടല്ലോ, സെയിം തിങ്ങടെ. ഇവൻ പുറത്തിറങ്ങിയതിനു ശേഷം ഇവൻ പല സാഹചര്യങ്ങളായിട്ട് പല സമയത്ത് ഇവനെ പല ബസ്സുകളിലും വെച്ച് കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എന്താ പറയുക, പുറത്ത് പറയാൻ പേടിയ, കാരണം സൊസൈറ്റിയിൽ ഇത്രയും ആളുകൾ ഇവന് മറ്റേ എന്താ പറയുക ഭയങ്കര മാരകമായ സപ്പോർട്ടെല്ലാം എടുത്ത് വാരി വിതറി കൊടുത്തിരുന്നത്. ഇങ്ങനത്തെ ഒരുത്തനെയാണ് നിങ്ങൾ എന്ത് ചെയ്തറിയാം സൊസൈറ്റിയിൽ പലരും സപ്പോർട്ട് ചെയ്ത് ഈ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. കഷ്ടം തന്നെയാണ്, ഒന്നും പറയാനില്ല. എന്താണെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇനിയെങ്കിലും. കാരണം ഇങ്ങനെയുള്ളവന്മാരെ വെളുപ്പിക്കാൻ നടക്കരുത് ഒരിക്കലും. കാരണം ഇവന്മാരൊക്കെ ത്രെട്ടാണ്, ലിറ്ററലി ത്രെട്ടാണ്. ഇങ്ങനെയുള്ളവന്മാർ ഒന്ന് ചെയ്തു അതിന് സപ്പോർട്ട് കിട്ടിയെന്ന് അറിയുമ്പോൾ അടുത്ത പരിപാടിക്ക് വേണ്ടി ഇറങ്ങും. ഇപ്പം അതാണ് ഉണ്ടായത്. ഇപ്പം സത്യത്തിൽ 3G ആയതിൻ്റെ ഒപ്പം നിന്നവരാണ്. അവരൊക്കെ എന്ത് പറയണു എന്നുള്ളതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ നാളത്തേക്ക് ഇനി നോക്കാം നമുക്ക്.